ഹായ് ഓൾ, എൻ്റെ പേര് ശ്രുതി. ഞാൻ ജർമ്മനിയിൽ സെക്കൻഡ് ഇയർ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് വന്ന മെയിൻ കമൻറ്റാണിത്. നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഏത് ഇൻ്റർവ്യൂവിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇൻട്രൊഡക്ഷൻ. ഇവിടെ അതൊക്കെ തന്നെ ആയിരിക്കും ആദ്യം ചോദിക്കുക. എർസെൽസി മിയ ഊബസി സെൽഫ്സ് നോ, അങ്ങനെ എന്തെങ്കിലും. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് അങ്ങ് പറയുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ എന്തൊക്കെ ഇതുവരെ പഠിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം എന്തായാലും ജർമ്മനിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൽ മെയിനാണ് വരും ഹാബൻ സി ഡോയ്ച്ച്ലാൻഡ് ഗവേൽ, എന്തുകൊണ്ടാണ് ജർമ്മനി തന്നെ നിങ്ങൾ ചൂസ് ചെയ്തത് ഈ പുറത്തു പോയി പഠിക്കാൻ വേണ്ടി? എനിക്ക് പറയാം, ജർമ്മനിയുടെ കൾച്ചർ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയാം, ഇവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എനിക്കിഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തള്ളുക. Warum haben Sie sich selbst für die Ausbildung zur Pflegefachkraft entschieden? അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കാരണം അവർക്കറിയണം നമ്മൾ ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുത്തത് വെറുതെ ഒന്നുമല്ല. ഈ കോഴ്സ് എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, എല്ലാം നമുക്ക് അറിയാം എന്നവർക്ക് ബോധ്യപ്പെടുത്തണം. അതിന് ഏറ്റവും നല്ലത് ഈ പ്രൊഫഷൻ എനിക്ക് ഫെമിലിയർ ആണ്, എൻ്റെ ആൻറ്റിയോ അല്ലെങ്കിൽ എൻ്റെ അങ്കിളോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആരെങ്കിലും ഈ ജോലിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജനങ്ങളെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്നൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യുക. അടുത്ത ചോദ്യമാണ് വോ സയൻസി സിഷ് ഇൻ ദി ഫിൻഫ്യാറൻ, അതായത് 5 വർഷത്തിനുള്ളിൽ നിങ്ങളെ എവിടെയാണ് കാണുന്നത്? ഇത് ഇവരുടെ ഒരു ട്രിക്കി ചോദ്യമാണ്. കാരണം 5 കൊല്ലം കഴിഞ്ഞ് നമ്മളിവിടെ തന്നെ നിൽക്കുമോ, ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവരുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞോളാം, 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ എന്നെ കാണുന്നത് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, അതുപോലെ തന്നെ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി, പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. അത് എൻ്റെ പഠിത്തത്തിലാണെങ്കിലും അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഗ്രോത്ത് ഉണ്ടായി എന്നൊക്കെ കാണിച്ച് നമ്മൾ മോട്ടീവായിട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കും എന്നൊന്ന് പ്രൂവ് ചെയ്തേക്കാം. നിങ്ങളവിടെ നിൽക്കണം നിർബന്ധമൊന്നും ഇല്ല ശരിക്കും, പക്ഷേ അവർക്ക് നിങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ആയേക്കാം ഇത്. അടുത്ത ചോദ്യം, വാസ് എർവാട്ടൻസി ഫോൺ ഉൻസ്. അവർ ചോദിക്കും അവരിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അതായത് എനിക്കൊരു നല്ലൊരു പീസ്ഫുള്ളായൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും പഠിക്കാൻ സപ്പോർട്ടും ഒക്കെയാണ് വേണ്ടത്, അതെനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഈ പറഞ്ഞ ചോദ്യം തന്നെ നിങ്ങൾക്ക് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഞാനൊരു 3-4 ഇൻ്റർവ്യൂ ആണ് ആകെ അറ്റൻഡ് ചെയ്തത്. അതിൽ എനിക്ക് കണ്ടിന്യൂസ്ലി ചോദിച്ച ചോദ്യം ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. ഇനി നിങ്ങളിവിടെ ഒരു ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ഇനി വരുന്നവർക്ക് ഉപയോഗമായിരിക്കും. അതുപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. ടാറ്റാ.